ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിരി. ഓക്കെ, നമുക്ക് എല്ലാവരും കാത്തിരുന്ന CACB എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഓഗസ്റ്റ് 3 നമ്മുടെ എക്സാം വരുന്നത്. ഇപ്പം നിങ്ങൾ എല്ലാവരും തന്നെ പഠിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടാവാം. ഇനി തുടങ്ങാത്തവരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓഗസ്റ്റ് 3 വരെ സമയമുണ്ട്. കൃത്യമായ ടൈം ടേബിളോടുകൂടി നമുക്ക് പോവുകയാണെങ്കിൽ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കവർ ചെയ്ത് നന്നായി റിവിഷൻ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ടീം CC ഇവിടെ എത്തിയിരിക്കുന്നത് 60 ഡേയ്സ് ടൈം ടേബിളുമായിട്ടാണ്. ഈ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ലോയുടെയൊക്കെ കംപ്ലീറ്റ് കോർ ഏരിയയും കംപ്ലീറ്റ് ചെയ്ത് കോർ ഏരിയ കൃത്യമായി മനസ്സിലാക്കി 15 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അക്കൗണ്ടൻസി 20 മാർക്ക്, ബാങ്കിങ് 20 മാർക്ക് കൃത്യമായി നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവർക്ക് 100% ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ടൈം ടേബിൾ നോക്കാം. നമ്മൾ ദിവസത്തിൽ 3 സബ്ജക്റ്റ് പഠിക്കുകയാണ് എങ്കിൽ 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഏരിയ പഠിക്കുവാനായിട്ട് സാധിക്കും. ഡേ 1 നമ്മൾ ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് ആണ് നോക്കുന്നത്, കോപ്പറേഷൻ, മീനിങ് ആൻഡ് ഒറിജിൻ ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കിങ് മീനിങ് കൺസെപ്റ്റ് നോക്കുന്നത്, നമുക്ക് ബാങ്കിങ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ കോപ്പറേഷൻ എവിടെ നിന്നാണ്, കോപ്പറേഷൻ്റെ മീനിങ് എന്താണ്, ഒറിജിൻ എന്താണ്, അതുപോലെ ബാങ്കിങ്ങിൻ്റെ മീനിങ് കൺസെപ്റ്റ്, ബാങ്കിങ് എന്ന വേർഡ് എവിടെ നിന്ന് ഡിറൈവ് ചെയ്തു എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ബേസ് ലെവൽ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലുള്ള പോർഷൻസ് നമ്മുടെ ടൈം ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡേ 2 നമ്മൾ നോക്കുന്നത് മാത്സ്, കോപ്പറേറ്റീവ് ലോ, അക്കൗണ്ടിങ്. കോപ്പറേറ്റീവ് ലോ നമുക്കറിയാം 60 ദിവസം കൊണ്ട് 110 സെക്ഷനും 201 റൂളും കംപ്ലീറ്റ് ചെയ്യുക എന്നത് സാധ്യമാണോ എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? നമുക്ക് കൃത്യമായിട്ട് ടൈം ടേബിൾ വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കോപ്പറേറ്റീവ് ലോയുടെ കോർ ഏരിയാസ് ഡിസ്കസ് ചെയ്ത് അതുപോലെ കംപ്ലീറ്റ് പോർഷൻസും പഠിച്ച് നമുക്ക് 15 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അക്കൗണ്ടിങ്, ഡെഫിനിഷൻ, ബേസിക് ടൈംസ്. ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ മുതലാണ് നമ്മൾ പഠിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ വേര് മുതൽ അതിൻ്റെ ബ്രാഞ്ചസ് വരെ പഠിക്കുകയാണ്. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് മുതലായ ഏരിയാസ് നമ്മൾ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡേ 3 നമ്മൾ നോക്കുന്നത് GK, അക്കൗണ്ടിങ്, കോപ്പറേഷൻ എന്നിവയാണ്. GKക്ക് നമ്മൾ നോക്കുന്നത് റെനൈസൻസ് ആണ്. നമുക്കറിയാം GK എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ പ്രീവിയസ് എക്സാമുകൾ നോക്കുകയാണെങ്കിൽ റെനൈസൻസിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും വന്നിട്ടുണ്ടാവാം. അപ്പം നമ്മൾ GKയിൽ റെനൈസൻസ് നോക്കുന്നു. അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ് ആൻഡ് കൺവെൻഷൻ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് ചോദ്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ എറേഴ്സ് എന്താണ്, അത്തരം കാര്യങ്ങൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ കോപ്പറേഷൻ്റെ ഏറ്റവും കോർ ഏരിയ ICA, എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, വാല്യൂ എന്നിവയാണ് നമ്മൾ ഡേ 3 നോക്കുന്നത്. അതുപോലെ ഡേ 5 മാത്സ്, കോപ്പറേഷൻ, ബാങ്കിങ് എന്നിവ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഡേ 6 GKയിൽ ഇന്ത്യൻ ജിയോഗ്രഫി, അക്കൗണ്ടിങ്ങിൽ ബേസിക് റൂൾ ഓഫ് അക്കൗണ്ടിങ്, കോപ്പറേറ്റീവ് ലോ, ഇൻട്രൊഡക്ഷൻ ടു KCS ആക്ട് ആൻഡ് റൂൾ. നമുക്കറിയാം കോപ്പറേറ്റീവ് ലോയിൽ നിന്ന് നമുക്ക് ചോദ്യം എവിടെ നിന്നാണ് വരുന്നതൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 110 സെക്ഷനും 201 റൂളുമാണുള്ളത്. ഈ 60 ദിവസം കൊണ്ട് ഈ കംപ്ലീറ്റ് ഏരിയ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകാനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ 7ാമത്തെ ദിവസം നമുക്ക് വീക്കിലി എക്സാമും റിവിഷനും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ എല്ലാവർക്കും അറിയാം 100 മാർക്കിനുള്ള എക്സാം ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഈ 100 മാർക്കിൻ്റെ എക്സാം എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എഴുതാം എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായിരിക്കും നമ്മുടെ വീക്കിലി എക്സാം. നമ്മൾ കൃത്യമായി 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ എക്സാമിന് ഉണ്ടാവുക. അക്കൗണ്ടിങ് 20 ക്വസ്റ്റ്യൻസ്, ബാങ്കിങ് 20 ക്വസ്റ്റ്യൻസ്, കോപ്പറേറ്റീവ് ലോ 15 ക്വസ്റ്റ്യൻസ്, കോപ്പറേഷൻ 15 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ്, മാത്സ്, GK 10 ക്വസ്റ്റ്യൻസ് വീതം ഉള്ള ഒരു മോഡൽ എക്സാം ആയിരിക്കും. എങ്ങനെയാണോ നമ്മൾ ശരിക്കുമുള്ള CACB എക്സാം എഴുതുന്നത് അതേ കൃത്യതയോടെ അതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ വീക്കിലി എക്സാം ഉണ്ടാവുക. അതുപോലെ ഡേ 10 നമ്മൾ GKയിലെ കേരള ജിയോഗ്രഫി, ബാങ്കിങ്ങിൽ നിന്ന് SBI, പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്നിവയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഏരിയയും പഠിച്ച് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ CCയിൽ പുതിയ 60 ഡേയ്സ് ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ടൈം ടേബിളോടുകൂടി ബേസ് ലെവൽ മുതൽ നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു തുടക്കക്കാരന് പോലും, ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ഒരാൾക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് വാങ്ങി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായ ഒരു ടൈം ടേബിളോട് കൂടിയാണ് പോകുന്നത്. ഡെയിലി എക്സാമുകൾ, വീക്കിലി എക്സാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അല്ല എങ്കിൽ നിങ്ങൾ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.
പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്കറിയാം പുതിയ പാറ്റേൺ വെച്ചാണ് എക്സാം വരുന്നത്. അപ്പോൾ കൃത്യമായി ഈ തവണയും നമ്മൾ സിലബസ് എക്സ്പെക്ട് ചെയ്തായിരുന്നു. സിലബസ് ഈ തവണയും വന്നിട്ടില്ല. അപ്പം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കമൻറ്റുകൾക്ക് മറുപടിയുമായി നമുക്ക് കാണാം. ഓക്കെ, താങ്ക്